റെഡ്മിയുടെ വലിയ പൊട്ടിത്തെറിക്ക് ശേഷം പോക്കോയുടെ സ്വന്തം രണ്ട് ഫോൺസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പോക്കോ X6ഉം പോക്കോ X6 പ്രോയും. ആദ്യമേ X6 ന്യൂ ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷേ X6ഉം X6 പ്രോയും ആണ്. X6നെ പറ്റി പറയുകയാണെങ്കിൽ റെഡ്മി നോട്ട് 13 പ്രോ തന്നെയാണ്, ക്യാമറ മാത്രം വ്യത്യാസമുണ്ട്, ബാക്കി ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ പ്രൈസ് വാസ് ഫൈൻ. പിന്നെ പോക്കോ X6 പ്രോയിനെ പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചായിരുന്നു ബ്രോ എങ്ങനെയാണ് ഈ ഒരു ഫോൺ, എന്താണ് ഒപ്പീനിയൻ എന്ന് ചോദിച്ചായിരുന്നു. അപ്പം രണ്ട് ഫോണിനെ പറ്റി നമുക്ക് ആദ്യമേ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് വെച്ച് തുടങ്ങാം. ആദ്യമേ തന്നെ ചെറിയൊരു വാർണിംഗ് തന്നേക്കാം. പോക്കോയാണ് മദർ ബോർഡ്, എനിക്കറിയില്ല എന്താവുമെന്ന്. പോക്കോ F5 സീരീസ് രക്ഷപ്പെട്ടു, F5 രക്ഷപ്പെട്ടു. ബാക്കി X സീരീസിനെ പറ്റി എനിക്ക് പുതിയതായിട്ട് അറിവൊന്നുമില്ല. സോ മദർ ബോർഡിന്റെ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഇനി ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. പക്ഷെ ഒരു ചിന്ത വേണം, സാധ്യത ഉണ്ട്, ഈ പറഞ്ഞ മദർ ബോർഡ് പോകാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു ബോധം എല്ലാവരുടെയും തലയിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് ഒരു ഡിസിഷനിലേക്ക് എത്താം. ഞാനിത് പറഞ്ഞത് വെറുതെ നമ്മൾ മേടിച്ച് കഴിഞ്ഞ് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. എന്താ ഫുള്ള് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ മേടിച്ചാൽ മതി. പക്ഷേ അല്ലാത്ത രീതി ഇപ്പം നിലവിലുള്ള ആ ഒരു സെറ്റപ്പ് വെച്ചാൽ അത് കുറച്ച് നാളായിട്ട് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലെന്നും പറയാം. അപ്പോൾ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഹരിക്കേണ്ടതാണ്. ആദ്യം നമുക്ക് പോക്കോ X6 തന്നെ തുടങ്ങാം. ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കുന്ന 6.57 ഇഞ്ചിന് 1.5K റെസൊല്യൂഷനുള്ള OLED ഡിസ്പ്ലേ ആണ്. ഇത് 12-bit ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ്, 1800 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. കൂടാതെ ഗോറില്ല ഗ്ലാസ് ഫിക്റ്റേഴ്സ് ആണ്. സെയിം റെഡ്മി നോട്ട് 13 പ്രോ സെയിം ഡിസ്പ്ലേ ആണ്, ഒരു മാറ്റവും ഇല്ല. ഇനി പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 7S Gen 2 ചിപ്സെറ്റ് ആണ്. 4M സാംസങ്ങിലുള്ള പ്രോസസ്സിലുള്ള ചിപ്സെറ്റ് ആണ്. ഈ ഒരു ചിപ്സെറ്റിനെ പറ്റി നമ്മൾ അവിടെ സംസാരിച്ചായിരുന്നു. ഇറ്റ്സ് എ 778G++, അതായത് 778G എന്ന് പറഞ്ഞ ചിപ്സെറ്റിനേലും കുറച്ചുകൂടെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ചിപ്പ്. 782 ഒക്കെ ആയിട്ട് ഒരു സിമിലർ റേഞ്ചിൽ നിൽക്കുന്ന ഒരു ചിപ്സെറ്റാണ് 7S Gen 2 ഫൈൻ. അടുത്തത് നമ്മുടെ ക്യാമറ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ 64 മെഗാപിക്സൽ പ്രൈമറി ക്യാമറ, 8 മെഗാപിക്സൽ അൾട്രാവൈഡ്, 2 മെഗാപിക്സൽ പ്രൊസസ്സറും. ഇവിടെയാണ് വ്യത്യാസം. 200 മെഗാപിക്സലാണ് 13 പ്രോയ്ക്കകത്ത്. സോ ഇവിടെ 64 ഡസിൻ മാറ്റർ എൻ്റെ ഒരു ഒപ്പീനിയന്. ക്യാമറ ഔട്ട്പുട്ടിന് നമുക്കൊന്നും പറയാനില്ല, കുഴപ്പമില്ലാത്ത പ്രതീക്ഷിക്കും. ആൻഡ്രോയിഡ് 13 ആണ്. ഹൈപ്പർ വോയിസിൽ വരുമെന്നായിരുന്നു ആദ്യമേ ഇവർ പറഞ്ഞത്, പക്ഷേ ഹൈപ്പർ വോയിസ് ഉണ്ടോ ഇല്ലോ എന്നുള്ള എനിക്കൊരു കൺഫർമേഷൻ ഇല്ല. അതോ ഇനി റെഡ്മി പോലെ തന്നെ അപ്ഡേറ്റ് കൊണ്ടുവരാനാണെന്ന് നടത്തില്ല. പക്ഷേ ഇത് ഇവർ അനൗൺസ് ചെയ്ത ഹൈപ്പർ വോയിസ് ഓൾറെഡി വരും, ഉറപ്പാണ് വരും. 16 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ്. എക്സ്ട്രാ ഫീച്ചേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, Wi-Fi 5 ഉണ്ട്, ബ്ലൂടൂത്ത് വെർഷൻ 5.2 IP54, 3.5mm ജാക്കും ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. അവർ പ്രൊമോട്ട് ചെയ്തത് ഫസ്റ്റ് ടൈം എവർ ഇൻ പോക്കോ ഫോൺ എന്ന് പറഞ്ഞാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആദ്യമായിട്ട് തന്നതിൻ്റെ സന്തോഷത്തിൽ പോസ്റ്റ്. എന്തിനാണ് ഇങ്ങനത്തെ പ്രഹസനം കാണിക്കുന്നത്? 5-6 വർഷം മുമ്പ് ഓൾറെഡി പല കമ്പനികളും കൊണ്ടുവന്നു. 4 വർഷം മുമ്പ് എൻ്റെ റിയൽമി XT-ക്കകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. ഇവർക്ക് ഇതുവരെ നേരം വെളുക്കാത്തത് ഇവരുടെ തെറ്റാണ്. അത് പിന്നെ പോസ്റ്റർ അടിച്ച് പ്രൊമോഷൻ ചെയ്യുക. ഇൻ ഡിസ്പ്ലേ ഫിംഗർ ഫസ്റ്റ് ടൈം ഓൺ പോക്കോ. അത് കണ്ട് മടുത്തിരിക്കുകയാണ് കേട്ടോ. 5100 mAh ബാറ്ററിയും 67 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നത്. പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 8GB 256GB പ്രൈസാണ് 22,000. 22,000 രൂപയ്ക്ക് ഒരു ഫോൺ വെർത്ത് ആണോ എന്നുള്ള ഒറ്റ ചോദ്യത്തിന് എസ് ഓർ നോ ആണ് ഉത്തരമെങ്കിൽ എസ് ആണ്, അതായത് വെർത്താണ്. കാരണം ഇതായിരിക്കായിരുന്നു പ്രോപ്പർ പ്രൈസ്. 13 പ്രോ ഇപ്പം നോട്ട് 13 പ്രോയ്ക്ക് നമ്മൾ 200 മെഗാപിക്സൽ ഒരു എക്സെപ്ഷൻ കൊടുത്താലും 24,000 ഫെയർ പ്രൈസ് ആയിരുന്നു. 25 ആയിരുന്നതിൽ ഒരു പരിധി വരെ ഓക്കെ. 26നെ ഞാൻ ഡീസൻ്റ് എന്നാണ് പറയുക, കാരണം കൂട്ടത്തിൽ ഭേദം അതായിരുന്നുകൊണ്ട് പറഞ്ഞതാണ്. എനിവേ ഇതിൻ്റെ പ്രൈസ് പ്രോപ്പറാണ്. നിങ്ങൾ ക്യാമറ എന്ന് പറഞ്ഞാൽ 200 മെഗാപിക്സലും കുറച്ചുകൂടി ഡീറ്റെയിൽ കിട്ടും, സത്യമാണ്. ക്യാമറ എന്നുള്ള ഒരു പരിഗണന കുറവാണെങ്കിൽ, പരിഗണനയിൽ ഉണ്ട് എന്നാൽ ഒരു പരിധി വരെ മതിയെങ്കിൽ 4,000 രൂപ കൊടുക്കാതെ നിങ്ങൾക്ക് പോക്കോ X6 മേടിക്കാം. ബ്രാൻഡിൻ്റെയും പ്രശ്നമില്ല. കാരണം 4,000 രൂപയുടെ ഡിഫറൻസ് ആണ് റെഡ്മി നോട്ട് 13 പ്രോ ആയിട്ടുള്ളത്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞ ഒരു പെർസ്പെക്റ്റീവ് ചിന്തിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഞാൻ ഒരിക്കലും റെഡ്മി നോട്ട് 13 പ്രോ നിങ്ങൾ എടുക്കുക എന്ന് സജസ്റ്റ് ചെയ്തില്ല. അതിൻ്റെ പാരലായിട്ടുള്ള വേറൊരു സെയിം സ്പെസിഫിക്കേഷനുള്ള വേറൊരു ഫോൺ ഉള്ളതുകൊണ്ട് ഓഫ് കോഴ്സ് പോക്കോ X6 വിൽ ബി ദ സജഷൻ. ഇത് കറക്റ്റ് പ്രൈസിങ് ആണ്, ഇതിനകത്ത് ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം അത് പിന്നെ ഇവർ 2,000 രൂപയുടെ ICC കാർഡുണ്ട്. അപ്പോൾ 20,000 വരും. 20,000 കണ്ണടച്ചെടുക്കാം. പോക്കോ എന്നൊരു പ്രശ്നമുണ്ട്, അത് ഞാൻ പറയും. കാരണം നമുക്ക് പലതും പറഞ്ഞേ പറ്റുള്ളൂ, എല്ലാം പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഒരു സൈഡിലോട്ട് പറയാനും പറ്റത്തില്ല. ഒരു ഫോണിന് നമുക്ക് 100% പ്യൂർലി റെക്കമെൻഡ് ചെയ്യാനും പറ്റത്തില്ല. സോ ഒരു ഇതുണ്ട്. ഞാൻ ഇതിനൊരു 75% റെക്കമെൻഡ് ചെയ്യുന്നു. 75%. ഞാൻ എല്ലാം ഒരു പെർസെൻറ്റേജിലാണ് പറയുന്നത്. എനിക്കതാണ് ഇഷ്ടം. കാരണം അതാകുമ്പോൾ ആർക്കും അത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല. നമ്മൾ 100 പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും വിമർശനമാണ്. അപ്പം ചിലപ്പോൾ യൂസ് ചെയ്യുന്നവർക്കും അത് മീൻസ് അത്ര സാറ്റിസ്ഫൈ ആയിട്ട് തോന്നത്തില്ലായിരിക്കും. ഡിപ്പെൻഡ്സ്, ഓരോ ആൾക്കാരുടെയും ഓരോരോ രീതിയിലുള്ള ഒപ്പീനിയൻസാണ്. എനിവേ ദിസ് ഈസ് വെരി പോസിറ്റീവ് ഒപ്പീനിയൻ ഫോർ മീ. പോക്കോ X6 നിങ്ങൾക്ക് എടുക്കാം. 13 പ്രോയിലും ബെറ്റർ ആയിരിക്കും. ഇനി അടുത്തായിട്ടുള്ളതാണ് പോക്കോ X6 പ്രോ. സീരിയസ്ലി ദിസ് പ്രൈസ് ഈസ് വെരി ഗ്രേറ്റ്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസും പൊളിയാണ്. ഇതാണ്
ഇതായിരുന്നു റെഡ്മി 13 Pro Plusൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടിരുന്ന പ്രൈസ്, ആ ഒരു കറക്റ്റ് അഗ്രഷൻ. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ സെറ്റപ്പ് ഉണ്ട്, അത് വേറെ കാര്യം. ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്ന 6.67 ഇഞ്ചിൻ്റെ 1.5K OLED ഡിസ്പ്ലേ ആണ്. ഇതും 12-bit ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സ് തന്നെയാണ് ഇവിടെ നമ്മൾ. സോ ഡിസ്പ്ലേ പ്യൂർലി 13 Pro അല്ലെങ്കിൽ പോക്കോ X6 പോലെ തന്നെയാണ് ഡിസ്പ്ലേ ഇരിക്കുന്നത്. വലിയ മാറ്റമില്ല. 13 Pro Plusന് എനിക്ക് തോന്നുന്നത് കേർവ്ഡ് ആയിരുന്നു, ഇതിന് കേർവ്ഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഡിസ്പ്ലേ പോയിന്റ് ഒന്നും പറയാനില്ല. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു ബ്രോ ഇങ്ങനെ കമൻറ്റ് ചെയ്തായിരുന്നു, ബ്രോ ചില കമ്പനികൾ ഡിസ്പ്ലേ മേടിക്കുന്ന ബ്രാൻഡുകൾക്ക് ഈ ഗ്രീൻ ലൈൻ വരുന്നില്ല. റെഡ്മിയാണ്, ഷവമി റെഡ്മിയൊക്കെയാണ് അതിനകത്ത് ഒരു ആൾക്കാർ. ഗ്രീൻ ലൈൻ അല്ല ഇവരുടെ വരാറ്. ഇവരുടെ മദർ ബോർഡ് അടിച്ചോ സോഫ്റ്റ്വെയർ അടിച്ചോ ഇങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെയാണ്. ഗ്രീൻ ലൈൻ ഇവരുടെ വളരെ റെയർ ആയിട്ടാണ് വരുന്നത്. എൻ്റെ പ്രധാനപ്പെട്ട കാര്യം കുറച്ച് ഒരു ഡിസ്പ്ലേ കമ്പനികളെ ബേസ് ചെയ്ത്, അതിനകത്ത് ഒരു നല്ലൊരു ഡിസ്പ്ലേ കമ്പനിയാണ് TCL എന്ന് പറഞ്ഞ ഡിസ്പ്ലേ കമ്പനി. ഇതുപോലെ തന്നെ വേറൊരു കമ്പനിയുണ്ട് ടിയാന എന്ന് പറഞ്ഞൊരു ഡിസ്പ്ലേ. അങ്ങനെ കുറച്ച് കമ്പനികൾ, BOE, ഇതൊക്കെ ഗ്രീൻ ലൈൻ കുറച്ച് എഫക്റ്റ് കുറവുള്ള ഡിസ്പ്ലേകൾ. സാംസങ് ആണ് കൂടുതൽ ഗ്രീൻ ലൈൻ പ്രണയിക്കുന്നത്, അത് വേറെ കാര്യം. സാംസങ് ഡിസ്പ്ലേസ്, നോട്ട് ഫോൺസ്. ഓക്കെ, ഇനി അടുത്തായിട്ടുള്ള ഏറ്റവും മെയിൻ സാധനം, അതായത് ഈ ഒരു ഫോണിൻ്റെ പ്രോസസ്സർ MediaTek Dimensity 8300 Ultra, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ്. ഓൾറെഡി നമ്മൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിപ്സെറ്റ് ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഈ ഒരു ചിപ്സെറ്റ് വെച്ച് ഈ ഒരു ഫോണിൻ്റെ പ്രൈസും മാച്ച് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് ദ ബെസ്റ്റ് പ്രൈസ്. അതായത് പവർഫുൾ എന്ന് പറഞ്ഞ ആ ഒരു സാധനം കറക്റ്റ് പവർഫുൾ പ്രൈസിലാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് ഈ പോക്കോ റെഡ്മി തമ്മിലുള്ള ഒരു വേരിയേഷൻ നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. പല ബിസിനസ് സ്ട്രാറ്റജികളുണ്ട്, നമുക്ക് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ നോക്കാം. കാരണം ഇവർ എന്തുകൊണ്ടാണ് റെഡ്മി കയറ്റിയും പോക്കോ താത്തി വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്, അത് നമുക്ക് പറയാം. അപ്പം പ്രോസസ്സർ ഈസ് ഗ്രേറ്റ്. ഇനി ഇതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ 4 ARM Cortex A715 4 ARM Cortex A510 ആണ് ഇതിൻ്റെ കോർ സ്പെക്സ്. കറക്റ്റ് ഗിഗാർഡ്സ് എനിക്ക് അറിയത്തില്ല, അത് നോക്കട്ടെ, ഞാനത് അപ്ഡേറ്റ് ഇടാം ഡിസ്ക്രിപ്ഷനിൽ. മേ ബി ഒരു 2.7 അല്ലെങ്കിൽ മേ ബി 3.0ക്ക് മേളിൽ പോകാം. ഈ ഒരു കോർ സ്പെക്സ് വെച്ച് വളരെ അടിപൊളി ഒരു പ്രോസസ്സറാണ് ഇത് ഉള്ളത്. ഇനി ഈ ഒരു പ്രോസസ്സറെ പറ്റി ചില ആൾക്കാർ തള്ളുന്നത് 8+ Gen 1 ബെറ്റർ ആണ്. എനിക്ക് അതിനകത്ത് മീൻസ് നമുക്ക് കോർ സ്പെക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല 8+ Gen 1 ബെറ്റർ ആണ്. കാരണം അതിനകത്ത് Cortex X2 എന്ന് പറഞ്ഞ ആ ഒരു പ്രൈം കോർ ഉണ്ട്. അപ്പോൾ ആ പ്രൈം കോർ ഉള്ള സ്ഥിതിക്ക് അതെങ്ങനെയാണ് ബെറ്റർ ആകുന്നതെന്ന് എനിക്കറിയത്തില്ല. ബാക്കി ഈ A715 എല്ലാം അതിനകത്തുണ്ട്, പക്ഷേ ഇതിലും ബെറ്റർ ആണ്. AnTuTu 1.4 മില്യൺ ഉള്ളതുകൊണ്ട് അല്ലെ 1.5 മില്യൺ ഉള്ളതുകൊണ്ട് ബെറ്റർ ആണെന്നൊക്കെയാണ് പറയുന്നത്. AnTuTuനെ ഞാൻ വിശ്വസിക്കാറില്ല, എനിക്കിഷ്ടമല്ല. കാരണം അതിനകത്ത് ചുമ്മാ സ്കോർ കത്തിച്ചാണ് കാണിക്കുന്നത്. പറയാൻ പറ്റത്തില്ല ഇവരൊക്കെ എങ്ങനെയാണ് ഇന്റേണലി ഇത് സ്കോർ ഇത്രയും കയറ്റി കാണിക്കുന്നത് പറയാൻ പറ്റത്തില്ല. ഗീക്ക് ബെഞ്ച് ആണ് എനിക്ക് കുറച്ചുകൂടെ വിശ്വാസമുള്ളത്. ആ കറക്റ്റ് സ്കോറാണ് കാണിക്കുന്നത്. ആ CPU എന്താണെന്ന് അറിയാൻ പറ്റും. AnTuTu എനിക്ക് വലിയ വിശ്വാസമില്ല. എനിവേ അതിനകത്ത് 8+ Gen 1 ബെറ്ററാണ്, പക്ഷെ ഞാൻ സമ്മതിക്കത്തില്ല. മേ ബി സ്റ്റെബിലിറ്റി 8+ Gen 1 ആയിരിക്കാം, മേ ബി. പക്ഷേ പവറുണ്ട്. അപ്പോൾ ഒരിക്കലും ഞാൻ താഴെ എന്നല്ല പറഞ്ഞത്, 2 ഏറെക്കുറെ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. മേ ബി 8+ Gen 1 ഇവിടെ ആയിരിക്കാം, 8300 തൊട്ട് താഴെ ആയിരിക്കും. സോ ചിപ്സെറ്റ് അടിപൊളിയാണ്. നിങ്ങൾ ഗെയിമിംഗ് ആണ് നോക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര പെർഫോമൻസ് ആണ് നോക്കുന്നത്, ഈ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ചിപ്സെറ്റാണ്. ഇതിനെ വെല്ലുന്ന ഒരു ചിപ്സെറ്റ് ഈ പ്രൈസിൽ ഇല്ല, അത്രേ ഉള്ളൂ. ഇനി കൂടാതെ LPDDR5X RAM UFS 4.0 സ്റ്റോറേജും. ഇവിടെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നുന്നത്. LPDDR5X ഈ പ്രൈസിൽ 5X വരുന്നത് ഇവരാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട്. UFS 4.0 ഇത് രണ്ടും തരാത്ത ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ തരുന്ന ആ ഒരു ബ്രാൻഡുകളാണ് നമ്മൾ കാണുന്നത്. അത് 50,000 45,000 ആ മേളിൽ 40,000-നൊക്കെ മേളിൽ. ഇവിടെ കറക്റ്റ് ഈ 30,000-ന് താഴെ ഇവർ ഈ സാധനം തരുന്നു. അപ്രീഷിയേറ്റ് ചെയ്യണം, അതാണ്. ഇനി ക്യാമറ നോക്കി കഴിഞ്ഞാൽ 64 മെഗാപിക്സൽ ഓംനിവിഷൻ്റെ സെൻസറാണ്, 8 മെഗാപിക്സൽ അൾട്രാ, 2 മെഗാപിക്സൽ പ്രസനം, 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ്. ഒപ്പീനിയൻ ഇല്ല, എനിക്കറിയാം ഇതൊക്കെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് ക്യാമറ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ചിലപ്പം പൊട്ടയായിരിക്കും, ഡിപ്പെൻസ്. ചിലപ്പോൾ നല്ലതും ആവും, റാൻഡംലി ചിലതൊക്കെ നല്ലതാകാറുണ്ട്. ലൈക്ക് IQൻ്റെ ഫോൺസിന് അങ്ങനെയാണ്, ഗെയിമിംഗ് ആണെങ്കിലും ക്യാമറ നല്ലതാണ്, അതാണ്. ഇനി എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്, X ആക്സിസ് ലീനിയർ മോട്ടർ ഉണ്ട്, IR ബ്ലാസ്റ്റർ ഉണ്ട്, സെറ്റപ്പ് ഉണ്ട്, 3.5mm ജാക്ക് ഇല്ലെന്ന് തോന്നുന്നു, Wi-Fi 6 ഉണ്ട്, Bluetooth 5.4 ആണ്, 5000 mAh ബാറ്ററി, 67 വാട്ട്സിന് ഫാസ്റ്റ് ചാർജറാണ്. ഈ ഒരു ഫോണിന്റെ 8GB 256GB ഓഫർ ഇല്ലാത്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ 26,999 ആണ്. അതായത് 27,000 രൂപ. 27,000 രൂപ എന്ന് പറഞ്ഞ പ്രൈസിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് വേറെ ഇല്ല. IQ Neo 7 നിങ്ങൾ പറയായിരിക്കും, പക്ഷെ അവിടെ 8200 ആണ്. പക്ഷെ കുറച്ച് മാറി Neo 7 Pro ഉണ്ട്, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഇത് മാറ്റി പറയും. പിന്നെ Node 3 Dimensity 9000 ഉണ്ട്,
ഇതിനേലും കുറച്ചുകൂടെ മേളിലാണ്. പക്ഷെ അതെന്തുകൊണ്ട് അണ്ടർ റേറ്റഡ് ആയിപ്പോയി ആ ഫോൺ. അത് 30 റേഞ്ചിലാണ്. പക്ഷേ പ്രോപ്പർ 27K നോക്കിക്കഴിഞ്ഞാൽ ഇല്ല. നോട്ട് 13 Pro Plus എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലുക്കും കുറെ ഫീച്ചേഴ്സിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് നോക്കാം. അത് 32 രൂപയാണ്. ബട്ട് സ്റ്റിൽ പെർഫോമൻസ് ആണ് പ്രധാനമെങ്കിൽ ഇത് നോക്കാം. പെർഫോമൻസ് വിത്ത് കുറേയേറെ ഫീച്ചേഴ്സ്. ക്യാമറ ഞാൻ അത്രയ്ക്കും ഫോഴ്സ് ചെയ്ത് പറഞ്ഞില്ല, എനിക്കറിയില്ല ക്യാമറയെ പറ്റി. പക്ഷേ ഇതിൻ്റെ പ്രൈസ് പ്രോപ്പർലി ജസ്റ്റിഫയബിൾ ആണ്. വളരെ നല്ല പ്രൈസാണ്. അത്രയേ ഉള്ളൂ. നല്ല പ്രൈസാണ്, നമ്മൾ നല്ലതെന്ന് തന്നെ പറയുക. അത് മോശമാണെന്ന് പറയില്ല. പക്ഷേ പോക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ പേടിക്കണം, അത് ഞാൻ പറയുകയും ചെയ്യും. അതാണ് പ്രശ്നം, ഒരു പ്രത്യേകത. അപ്പം 26,999 ആണ്. പിന്നെ ഓഫർ പ്രൈസിൽ, അതായത് ബാങ്ക് ഓഫറോട് ചേർത്ത് 25,000 കിട്ടും. 25,000 ഇത് ബീസ്റ്റാണ്. ഗെയിമേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് കണ്ണടച്ചെടുക്കാം. കാരണം ഇത്രയും പവർ വേറെ ഇല്ല. അതാണ്. അപ്പോൾ ഈ രണ്ട് ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് പ്രോപ്പർലി പ്രൈസ്ഡ് ആണ്. കഴിഞ്ഞ വർഷവും പോക്കോ പ്രോപ്പർലി പ്രൈസ്ഡ് ആയിരുന്നു. പക്ഷേ മദർ ബോർഡ് ഇഷ്യൂ കാരണം ആ ഫോൺസൊക്കെ വളരെ റെയർ ആയിട്ടാണ് വിറ്റ് പോയത്. വളരെ കുറച്ചേ വിറ്റ് പോയിട്ടു. ഇപ്രാവശ്യം പോക്കോയുടെ ട്രാക്ക് റെക്കോർഡ് ഇമ്പ്രൂവ് ആകുന്ന സ്ഥിതിക്ക്, അതായത് F5 നല്ലതായിട്ട്, F5 എനിക്കിപ്പം നല്ല രീതിയിൽ സജസ്റ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു ഫോണാണ്. കാരണം ഇത്രയും നാളായിട്ടും വലിയ മദർ ബോർഡ് ഇഷ്യൂസ് കേൾക്കാത്തതുകൊണ്ടും ഈ X6 അല്ലെങ്കിൽ X6 Pro ഒക്കെ അങ്ങനെ ആവും എന്നുള്ള പ്രതീക്ഷയാണെങ്കിൽ പോക്കോ നിങ്ങൾക്ക് ഇനി തൊട്ട് കൺസിഡർ ചെയ്യാം. ഹൈപ്പർ ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് എങ്കിൽ കുറച്ചുകൂടെ കൺസിഡർ ചെയ്യാം. കാരണം റെഡ്മിയിൽ MIUI ആണ്. MIUI-നേലും ബെറ്റർ ഹൈപ്പർ വോയിസ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി റെഡ്മിയുടെ Note 13 സീരീസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട X6 Proയും X6 ആണ്. എന്തായാലും നോക്കാം അടുത്ത ഏതൊക്കെ നല്ല. എന്തായാലും ഈ പോക്കോയുടെ സീരീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. റെഡ്മി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി റിയൽമിയുടെ അടുത്ത് വരുന്നുണ്ട്, അപ്പം നമുക്ക് കാണാം. എൻ്റെ ഫോണൊന്നും ഇല്ല, അത് വേറെ കാര്യം. നമ്മൾ ജസ്റ്റ് അനലൈസിസ് ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സ്വീകരിക്കാം, അല്ലെങ്കിൽ നോ പ്രോബ്ലം. എനിവേ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും